നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്ന് അറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. തൊഴിലിലും ബിസിനസ്സിലും അഭിവൃദ്ധി ഉണ്ടാകും. കാര്യങ്ങളിൽ വ്യക്തത വർദ്ധിക്കും. വ്യവസായം ശക്തി പ്രാപിക്കും. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തുടരും. പ്രിയപ്പെട്ടവരുമായുള്ള അടുപ്പം വർദ്ധിക്കും. സ്വാധീനമുള്ള വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കും. പദ്ധതികൾക്ക് ആക്കം കൂട്ടും. ഭൂമി, വസ്തുവകകൾ എന്നിവ ലഭിക്കാനിടയുണ്ട്. ആരോഗ്യ ലക്ഷണങ്ങളിൽ ജാഗ്രത പാലിക്കും. സംഘടന ശക്തി പ്രാപിക്കും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും. ഫലപ്രദമായ ആശയവിനിമയം നിലനിർത്തും. കാര്യനിർവഹണത്തിലും ഭരണത്തിലും ഉത്സാഹം നിലനിർത്തും. ഇടവം രാശി. ഉത്സാഹവും കഠിനാധ്വാനവും നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും. പ്രൊഫഷണലിസത്തിന് ഊന്നൽ ശക്തമാകും. അത്യാവശ്യ ജോലികളിൽ വേഗത കൊണ്ടുവരും. തൊഴിൽ ബന്ധങ്ങൾ ദൃഢമാകും. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടും. സേവന സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടൽ ശക്തി പ്രാപിക്കും. അന്തിമ ഫലങ്ങൾ അനുകൂലമായിരിക്കും. വ്യക്തി ജീവിതത്തിൽ വിജയം കൈവരിക്കും. നിയമങ്ങളും അച്ചടക്കവും പാലിക്കും. ജോലിയിൽ കാര്യക്ഷമത വർദ്ധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. മിഥുനം രാശി. ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം. വ്യക്തിപരമായ സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും. ഉത്സാഹത്തോടെ ജോലി നിർവഹിക്കും. പഠനത്തിലും അറിവിലും പുരോഗതി പ്രതീക്ഷിക്കുന്നു. ലക്ഷ്യങ്ങൾ കൈവരിക്കും. തൊഴിലിലും ബിസിനസ്സിലും അനുകൂല സമയമാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ചെലവുകളിൽ നിയന്ത്രണം നിലനിർത്തും. മികച്ച പ്രയത്നത്തിലൂടെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. വിനയം കാത്തു സൂക്ഷിക്കും. മുതിർന്നവരിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിന്തകൾ വിശാലമായിരിക്കും. മടി കുറയും. കർക്കിടകം രാശി. ഗാർഹിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. സന്തോഷവും സൗകര്യങ്ങളും വർദ്ധിക്കും. വൈകാരികമായ കാര്യങ്ങളിൽ ക്ഷമ കാണിക്കും. ആവശ്യ വിഷയങ്ങളിൽ സജീവ പങ്കാളിത്തം നിലനിർത്തും. നിർണായക കാര്യങ്ങളിൽ മുൻകൈയെടുക്കും. വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജോലി ചെയ്യും. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം അവിസ്മരണീയമാകും. വ്യക്തിപരമായ പ്രവർത്തനങ്ങളിൽ താൽപര്യം നിലനിർത്തും. പാരമ്പര്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംഭാഷണങ്ങളിൽ ജാഗ്രത പാലിക്കണം. ചിങ്ങം രാശി. ആളുകളുമായുള്ള ഇടപഴകലിൽ ശ്രദ്ധിക്കുക. വ്യക്തിഗത പ്രകടനങ്ങൾ മെച്ചപ്പെടും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വർദ്ധിക്കും. സഹകരണത്തിനും സമ്പർക്കത്തിനും ഊന്നൽ നൽകാം. കുടുംബകാര്യങ്ങൾ അനുകൂലമായിരിക്കും. ആശയവിനിമയത്തിൽ കാര്യക്ഷമത തുടരും. വികാരങ്ങളിൽ നിയന്ത്രണം വേണം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും അടുത്ത ബന്ധം വളരും. അച്ചടക്കത്തോടെ ജോലി ചെയ്യും. കന്നിരാശി. കുടുംബവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. വാക്കാലുള്ള ആശയവിനിമയത്തിൽ വിജയിക്കും. വീട്ടിലും കുടുംബത്തിലും ഉത്സവാന്തരീക്ഷം നിലനിൽക്കും. സന്തോഷത്തിന്റെ അവസരങ്ങൾ വർദ്ധിക്കും. സ്വാധീനമുള്ള വ്യക്തികളുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. ലക്ഷ്യങ്ങൾ കൈവരിക്കും. ആത്മവിശ്വാസം പുരോഗതിയിലേക്ക് നയിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള പിന്തുണ തുടരും. മറക്കാനാവാത്ത നിമിഷങ്ങൾ പങ്കുവയ്ക്കും. സമ്പത്ത്, സ്വത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സ്വന്തം ആളുകൾക്ക് മുൻഗണന നൽകും. തുലാം രാശി. വിവിധ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതി കൈവരിക്കും. ചുറ്റുപാടും നല്ല മാറ്റങ്ങൾ ദൃശ്യമാകും. ജീവിതശൈലി മെച്ചപ്പെടും. എല്ലാവരോടും ബഹുമാനം നിലനിർത്തുക. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുക. അനുകൂല നിർദ്ദേശങ്ങൾ ലഭിക്കും. വലിയ പരിശ്രമങ്ങൾ ഫലം ചെയ്യും. പരസ്പര സഹകരണത്തിന് ഊന്നൽ വർദ്ധിക്കും. ബിസിനസ് മികച്ചതായിരിക്കും. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരുമായി മറക്കാനാവാത്ത നിമിഷങ്ങൾ പങ്കിടുന്നത് തുടരും. മികവിന് ഊന്നൽ നൽകും. ശുഭകാര്യങ്ങളിൽ സജീവ പങ്കാളിത്തമുണ്ടാകും. വൃശ്ചികം രാശി. സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. പ്രധാനപ്പെട്ട ഇടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. പ്രൊഫഷണൽ കാഴ്ചപ്പാട് വർദ്ധിക്കും. വരവും ചെലവും വർദ്ധിക്കും. വിദേശയാത്ര സാധ്യമാണ്. വിവേകവും സഹകരണവും കൊണ്ട് വിജയം കൈവരിക്കും. ഉദ്യോഗസ്ഥ ബന്ധം സംതൃപ്തമായിരിക്കും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. ചർച്ചകളിൽ ഫലപ്രദമായ സാന്നിധ്യമുണ്ടാകും. ബന്ധുക്കളോടുള്ള ആദരവ് നിലനിർത്തും. പാരമ്പര്യങ്ങളിൽ ഊന്നൽ നൽകും. മറ്റുള്ളവരിൽ നിന്ന് പലതും പഠിക്കേണ്ടതുണ്ട്. അതിഥികളോട് ആദരവ് വേണം. നിയമപരമായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. ധനുരാശി. സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടും. നല്ല വാർത്തകൾ ലഭിക്കും. വിജയം നിലനിർത്തും. സുപ്രധാന കരാറുകൾ ഉണ്ടാക്കും. തൊഴിൽ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കും. സാമ്പത്തിക അവസരങ്ങൾ വർദ്ധിക്കും. ആശയവിനിമയത്തിൽ പ്രാമുഖ്യം നിലനിൽക്കും. വികാരങ്ങൾക്ക് ഊന്നൽ നൽകും. ബന്ധുക്കളോടുള്ള ബഹുമാനത്തിൽ ശ്രദ്ധ വേണം. പാരമ്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മകരം രാശി. നൈപുണ്യവും കഴിവും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇടയാക്കും. ദീർഘകാല പദ്ധതികളിൽ ആക്കം കൂട്ടും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. വ്യവസായത്തിലും വ്യാപാരത്തിൽ ഇടപെടുന്നതും നല്ലതായിരിക്കും. ദീർഘദൂര യാത്രകൾ സാധ്യമാണ്.
പദ്ധതികളിൽ പുരോഗതി ദൃശ്യമാകും. വിശ്വാസവും ആത്മീയതയും ശക്തി പ്രാപിക്കും. തൊഴിൽപരമായ കാര്യങ്ങൾ പുരോഗമിക്കും. സ്വാധീനമുള്ള വ്യക്തികൾ സന്തുഷ്ടരായിരിക്കും. ചർച്ചകളിൽ ഫലപ്രദമായ സാന്നിധ്യമുണ്ടാകും. കുംഭം രാശി. പെട്ടെന്നുള്ള മെച്ചപ്പെടുത്തലുകൾ ഉത്സാഹമുയർത്തും. തടസ്സങ്ങൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാഗ്യം നിലനിൽക്കും. ദീർഘകാല പദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ടു പോകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. വ്യവസായം, വിപണനം എന്നിവ നല്ലതായിരിക്കും. ദീർഘകാല പദ്ധതികൾക്ക് ആക്കം കൂട്ടും. വിശ്വാസവും ആത്മീയതയും ശക്തി പ്രാപിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ചർച്ചകളിൽ ഫലപ്രദമായ സാന്നിധ്യമുണ്ടാകും. മീനം രാശി. പ്രധാനപ്പെട്ട ജോലികൾ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകും. സംഘടനാപരമായ ശ്രമങ്ങൾ ഒഴിവാക്കും. അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്യാവശ്യ കാര്യങ്ങളിൽ സ്ഥിരത വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. വിവേകവും ക്ഷമയും കൊണ്ട് വിജയം കൈവരിക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് പഠനവും ഉപദേശവും തേടും. വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടും. നിയമങ്ങളും അച്ചടക്കവും പാലിക്കും. സാമ്പത്തിക ഇടപെടലുകളിൽ വ്യക്തതയ്ക്ക് ഊന്നൽ നൽകും. വിനയവും സമനിലയും നിലനിർത്തും. ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്.